നിലമ്പൂർ ബഡ്സ് സ്കൂളിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് നൽകി. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് പരിശീലനത്തിന് നേതൃത്വം നൽകി. ദുരന്ത സാഹചര്യങ്ങളിലും അപകടഘട്ടങ്ങളിലും ശരിയായ രീതിയിൽ ഇടപെടാനുള്ള അറിവും ആത്മവിശ്വാസവും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിലമ്പൂർ ബഡ്സ് സ്കൂളിൽ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം നൽകി. സ്കൂളിലെ സാമൂഹിക ശാസ്ത്ര ക്ലബിന്റെ കീഴിലുള്ള അതിജീവനം പദ്ധതിയുടെ ഭാഗമായി ഹസം എന്ന പേരിലാണ് പ്രാഥമിക ശുശ്രൂഷയും അടിയന്തര പരിചരണവും സംബന്ധിച്ച പരിപാടി സംഘടിപ്പിച്ചത്. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ശ്രീകാന്ത് പരിശീലനത്തിന് നേതൃത്വം നൽകി. അപകട സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായ പ്രാഥമിക ശുശ്രൂഷ രീതികൾ, അടിയന്തര പരിചരണ മാർഗങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ച അദ്ദേഹം പരിശീലനം നേരിട്ട് പ്രദർശിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അമർത്തുമ്പോ എന്ത് ചെയ്യാം? അമർത്തുമ്പോ ഇയാള് ഡ്രസ് ഒന്നും അഴിച്ച് അമർത്താൻ പാടില്ല കേട്ടോ. അമർത്തുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, ഇത് നമുക്കറിയാം. ഇയാളൊന്നുമില്ല, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ഇവിടെയാണ് പിടിച്ചമർത്തുന്നത്. അതും ശക്തിയായ അമർത്തണം. ഇപ്പോ അമർത്തരുത്, അമർത്താൻ സാധനവും. അതുകൊണ്ട് എന്താണ് ചെയ്യുമ്പോ കാര്യം ശ്രദ്ധിക്കാം. നല്ല രീതിയിൽ നേരെ കൈ കൊണ്ട് പിടിക്കുക. നല്ല പ്രഷറിൽ വേണം. ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോ തന്നെ നമുക്കൊരു കോൺഫിഡൻസ്. അത് അമർത്തുക. 1 2 3. ഇപ്പൊ തന്നെ താണ്ടി ചെറുതായിട്ട് 1 2 3 4 ഇങ്ങനെ 30 തവണ ശക്തിയായി അമർത്തുക. ഇയാൾക്ക് നമ്മൾ 5 സെന്റിമീറ്റർ വേണ്ടോ, 5 സെന്റിമീറ്റർ താണ്ട ഒരു മീഡിയം ലെവലിൽ നമുക്കൊരാളെ കണ്ടാതെയാലോ അതുപോലെ മീഡിയം ലെവലിൽ എന്ത് ചെയ്യാം? 1 2 3 30 തവണ കംപ്രഷൻ കൊടുക്കുക. മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയോ? കേൾവി പരിമിതിയുള്ള വിദ്യാർത്ഥികളുടെ ആശയവിനിമയ രീതികൾക്ക് അനുയോജ്യമായി നൽകിയ പരിശീലനം ഏറെ ശ്രദ്ധേയമായി. ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളായ മഹേഷ്, വിനോദ് ജോസഫ്, അധ്യാപകൻ അബ്ദുൾ റഹീം എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ബഡ്സ് സ്കൂൾ സിഇഒ വി കെ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് NC സുഹറ ബീവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അനീഷ് വർഗീസ്, സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ CP സൈനുൽ ഹാബിദീൻ, സ്റ്റാഫ് സെക്രട്ടറി AK സെറീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.